എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേഡിനെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് വേഡിലെ ബേസിക്കായിട്ടുള്ള കുറച്ച് ഫോർമാറ്റിംഗ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡെസ്ക്ടോപ്പിൽ സ്റ്റാർട്ട് ബട്ടൺ കണ്ടില്ലേ? ഈ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ ഇത് സ്റ്റാർട്ട് ബട്ടണാണ്. ഇതിൻ്റെ അടുത്ത് സെർച്ച് ഉണ്ട്. ഈ സെർച്ചിൽ നമ്മൾ വേഡെന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ടാസ്ക് ബാറിൽ പിന്നെ ടാസ്ക് ബാറിൽ പിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ എന്ന് പ്രസ് ചെയ്താലും നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഈ ഡെസ്ക്ടോപ്പിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വേഡ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണോ വേണ്ടത് അതോ എന്തെങ്കിലും ടെംപ്ലേറ്റ്സ് ആണോ വേണ്ടതെന്ന് ചോദിക്കുന്നു. കണ്ടോ, ടെംപ്ലേറ്റ്സ്. ഇതാണ് ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്. ബ്ലാങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്കായിട്ടൊരു സ്ക്രീനായിരിക്കും കിട്ടുന്നത്. ടെംപ്ലേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ മോഡൽസ് നമുക്ക് കാണും. നമുക്ക് ടെംപ്ലേറ്റ്സ് എടുക്കാൻ പറ്റും. ഈ മൈക്രോസോഫ്റ്റ് വേഡ് എന്ന് പറയുന്ന ഒരു വേഡ് പ്രോസസ്സിംഗ് പാക്കേജാണ്. നമുക്ക് പലതരത്തിലുള്ള റിപ്പോർട്ട്, ഇൻവോയ്സ്, പിന്നെ CV, ബയോഡാറ്റ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ടെംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരും. കണ്ടില്ലേ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് റിപ്പോർട്ട്, നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, CV തയ്യാറാക്കാൻ പറ്റും, നമുക്ക് റിപ്പോർട്ട്സ് തയ്യാറാക്കാൻ പറ്റും, പലതരത്തിലുള്ള CV ലേബിൾ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഇത് സർട്ടിഫിക്കറ്റാണ്. സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കുറേ റിപ്പോർട്ടുകളും ഇൻവോയ്സുകളും ഒക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ എടുക്കുന്നത് ബ്ലാങ്ക് ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഇതുപോലുള്ള എല്ലാം കണ്ട് ഇതുപോലുള്ള ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ഇൻവോയ്സുകൾ, സർട്ടിഫിക്കറ്റ് കണ്ടില്ലേ, എംപ്ലോയിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റാണ് ഇപ്പോൾ ഞാനിത് എടുക്കുന്നില്ല. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡിലെ എഡിറ്റിംഗ് സ്ക്രീനാണിത്. ഇതാണ് വർക്ക് സ്പേസ്. ഇതിനൊക്കെ നമ്മൾ ഈ മേളിൽ കാണുന്നില്ലേ, ഇതിനെയൊക്കെ റിബൺ എന്നാണ് പറയുന്നത്. ഇത്രയും ഭാഗത്തെ റിബൺ എന്ന് പറയും. ഇതിനെയൊക്കെ ടാബ് എന്നാണ് പറയുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ ടാബാണ്. ഹോമെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് ഫ്രീക്വൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസും നമ്മൾ ഹോമിലിട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ആവശ്യമുള്ള ടൂൾസാണ് നമ്മൾ ഹോമിലിട്ടേക്കുന്നത്. ഇൻസെർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഇൻസെർട്ട് ഉപയോഗിക്കും. ഇങ്ങനെ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഹോം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെ കേഴ്സർ എന്ന് പറയും. നമ്മൾ ടൈപ്പ് അടിക്കുന്ന ഈ പൊസിഷനെ ഇതിനെന്ത് പറയും, കേഴ്സർ എന്ന് പറയും. ഇത് മാർജിനാണ്. ഇത് കണ്ടില്ലേ, ഒരു ഷെയ്ഡ് കാണും ഇവിടുന്ന് ഇവിടെ വരെ. ഇതെന്ന് വെച്ചാൽ ടോപ്പ് മാർജിനാണ്. ഇത് ലെഫ്റ്റ് മാർജിൻ, ഇത് റൈറ്റ് മാർജിൻ. അപ്പോൾ ഈ മാർജിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈപ്പ് അടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്ക്രീൻ എടുത്തു. താഴോട്ടൊരു പേജ് കറക്റ്റായിട്ട് നമുക്കൊരു പേജുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് ലെറ്റർ വേണം. ഇതാണിപ്പോൾ നമുക്ക് ടൈപ്പ് അടിക്കണം. നമുക്ക് എത്ര MS വേർഡ് എന്ന് പറയുന്നത് ടൈപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ടൈപ്പ് അടിക്കണം. ഇപ്പോൾ ഇതിനകത്ത് കുറേ മാറ്റം നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ഞാനൊരു എളുപ്പ വഴി = ഇട്ട് റാൻഡം നടിക്കുക. റാൻഡം നടിച്ചിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു 4 പാരഗ്രാഫും ഒരു 5 ലൈൻസ് വെച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നു പറയാം, എനിക്ക് കുറേ ടെക്സ്റ്റ് കിട്ടി. കണ്ടോ, എനിക്ക് ടൈപ്പ് അടിക്കാതെ തന്നെ ഞാൻ കുറേ ടെക്സ്റ്റ് ഞാനിങ്ങനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഫസ്റ്റിൽ കൊണ്ടുവച്ച് എനിക്ക് മേളിൽ ടൈപ്പ് അടിക്കണം. ഇതിൻ്റെ മേളിൽ ടൈപ്പ് അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വീട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു എൻ്റർ അടിക്കാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരു എൻ്റർ അടിച്ചു. ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ 182 എന്ന് അടിച്ചു. 182 എന്ന് ഞാൻ അടിച്ചു. അടുത്ത പാരഗ്രാഫിൽ വന്നിട്ട് എന്തടിക്കുന്നു, ആർട്ടിക്കിൾ. നമുക്ക് കുറേ ടെക്സ്റ്റ് വേണം. അതിനുവേണ്ടി ഞാൻ ടൈപ്പ് അടിക്കുകയാണ് 83. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി. എന്നിട്ട് ആർട്ടിക്കിൾ 184 എന്ന് ടൈപ്പ് അടിച്ചു. പിന്നെ ഓരോരോ പാരഗ്രാഫിൽ ഞാൻ ഒരു ഹെഡിങ് വെറുതെ അടിക്കുന്നതേ ഉള്ളൂ, ഒന്നും മീനിങ് ഒന്നുമില്ല. ആർട്ടിക്കിൾ 185 കണ്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും ഞാൻ ഹെഡിങ് കൊടുത്തു. കണ്ടോ. അപ്പോൾ എന്തായാലും ഒരു മാറ്ററായല്ലോ. ഞാനൊരു മാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചു.
ഇനി എന്ത് ചെയ്യണം, ഈ മാറ്റർ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കണം, കുറേ ഫോർമാറ്റ് ചെയ്യണം. കുറേ ഭംഗിയാക്കിയിട്ട് നമുക്കിത് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ആർട്ടിക്കിളിനെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക. ഇതിനാണ് ഹൈലൈറ്റ് ചെയ്യുക അല്ല സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. ഞാൻ ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറേ ടൂൾസ് ഉണ്ട്. ഇതിന് ഫോർമാറ്റിംഗ് ടൂൾസാണ് ഇതെല്ലാം. ഇത്രയും ഭാഗം നമുക്ക് ഫോർമാറ്റ്, ഇതെല്ലാം ഏകദേശം ഇവിടുന്ന് ഇവിടെ വരെ ഇതിനെ ഫോർമാറ്റ് ചെയ്യുന്ന ടൂൾസാണ്. നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് ഈ 11 കണ്ടില്ലേ, ഈ 11 അടുത്തൊന്ന് ക്ലിക്ക്, ഫോണ്ട് സൈസ് ഇത് കണ്ടില്ലേ, ഫോണ്ട് സൈസ് നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു 36 കൊടുത്തു. കണ്ടോ, 36. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്ക് നല്ലൊരു ഫോണ്ട് എടുക്കാം. ഇത് ഫോണ്ട് സൈസ്. ഇതെന്താണ് ഫോണ്ട്, ഏത് ഫോണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതേതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എനിക്കിഷ്ടം ഇതെടുക്കുന്ന ഏരിയൽ റൗണ്ടഡ് MD ബോൾഡ്. ഞാനിതെടുത്തു. ഏത് വേണേൽ എടുക്കാം, ഞാനിതെടുത്തു. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, ബേസിക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഈ ഫോണ്ട് എടുത്തു. അപ്പോൾ ഇത് 2 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അതിനെ കുറച്ചുകൂടെ ബോൾഡാക്കി, കാരണം അത് ഓൾറെഡി ബോൾഡായിരുന്നു. അതിനെ കുറച്ചുകൂടെ തിക്കാക്കുന്നതിനാണ് ബോൾഡ്. ഓണും ഓഫും ഒരേ ബട്ടണാണ്. പിന്നെ ഇറ്റാലിക്ക് കണ്ടില്ലേ, നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ചരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റാലിക്ക് എടുക്കാം. നമുക്ക് ഇറ്റാലിക്ക് വേണ്ട. അണ്ടർലൈന്, നമുക്ക് ഏത് തരത്തിലുള്ള അണ്ടർലൈനാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. നമുക്കൊരു അണ്ടർലൈൻ ഇട്ടു. ഓക്കെ. അപ്പോൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ ഫോണ്ട് സൈസ് എടുത്തു, ഫോണ്ട് എടുത്തു, ബോൾഡ് ചെയ്തു, ഇറ്റാലിക് ചെയ്തു, നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ഇനി എനിക്ക് വേണ്ട ഫോണ്ടിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഫോണ്ട് കളർ കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് നമ്മളൊരു ഫോണ്ടിൻ്റെ കളർ എടുത്തു. അപ്പം ഒരു ഫോണ്ടിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തു. ഇനി അടുത്ത് ഞാൻ വിചാരിക്കുകയാണ്, ഇതൊന്ന് ക്യാപ് ലെറ്റർ ആക്കണമായിരുന്നല്ലോ, സ്മോൾ ലെറ്റർ വേണ്ടായിരുന്നു, ക്യാപ് ലെറ്റർ വേണമായിരുന്നു. അപ്പോൾ അതിനാണ് ഇവിടെ ചേഞ്ച് കേസ് എന്ന് പറയും. ഉണ്ടോ, ചേഞ്ച് കേസ്. ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടോ, ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറയും, അപ്പർ കേസ് എന്ന് പറയും. ലോവർ കേസ് ആക്കണമെങ്കിൽ ലോവർ കേസ് എന്ന് പറയും. ഞാനിവിടെ അപ്പർ കേസ് എടുത്തു. അപ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ക്യാപ് ലെറ്റർ ആക്കി. ഇനി ഞാൻ പറയുകയാണ്, എനിക്ക് സെൻറ്റർ ആക്കണം ഇത്. അപ്പോൾ തന്നെ ഇവിടെ അലൈൻമെൻ്റ് എന്ന് പറയും. ഇത് ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്, ഇപ്പം ലെഫ്റ്റിലാണ് നിൽക്കുന്നത്. ഞാൻ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഈ മാർജിൻ ടു ഇത് മാർജിനാന്ന് പറഞ്ഞല്ലോ, ലെഫ്റ്റും റൈറ്റ്. ഇവിടെയാണ് നമുക്ക് ടൈപ്പ് അടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് മാർജിൻ്റെ സെൻറ്ററാണിത്. മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, എനിക്ക് ഇതിനൊരു ബുള്ളറ്റ് ഇടണം. തന്നെ ഇവിടെ കണ്ടില്ലേ, ബുള്ളറ്റ് എന്നൊരു ബുള്ളറ്റ് ഇവിടെ എടുക്കുക. ഞാൻ ചുമ്മാ ഒരു ബുള്ളറ്റും ഇട്ടു, ഒരു ബുള്ളറ്റ് ഇട്ടു. പിന്നെ ഞാൻ വിചാരിക്കുകയാണ്, എനിക്കൊരു ബോക്സ് വേണം അതിന്. തന്നെ ഇവിടെ വരണം, ബോർഡർ എന്ന് പറയും. ബോർഡർ എടുത്തിട്ട് നമ്മൾ ഔട്ട് സൈഡ് ബോർഡർ എന്ന് എടുക്കണം. കണ്ടോ, ഔട്ട് സൈഡ് ബോർഡർ എടുത്തു. എന്നിട്ട് അതിനൊരു ഷെയ്ഡ് ചെയ്യണം. തന്നെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏത് ഷെയ്ഡാണ് എടുക്കണം പറ്റുന്നത് വെച്ചാൽ നമ്മളൊരു ഷെയ്ഡ് എടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇതിനൊരു ഷെയ്ഡ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തത്, നമ്മളിവിടെ ആദ്യം ഫോണ്ട് സൈസ് എടുത്തു, അത് കഴിഞ്ഞ് ഫോണ്ട് സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ബോൾഡ് ചെയ്തു, ഇറ്റാലിക് ചെയ്തു, അണ്ടർലൈൻ ചെയ്തു, ഫോണ്ടിന് നമ്മളൊരു കളറ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു, അതിനെ ക്യാപ് ലെറ്റർ ആക്കി, അപ്പർ കേസ് എടുത്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഇത് ഔട്ട് സൈഡ് ബോർഡർ എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഔട്ട് സൈഡ് ബോർഡർ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് ഷെയ്ഡിങ് കണ്ടില്ലേ, ഈ ബോർഡറിൻ്റെ അടുത്ത് തന്നെ ഷെയ്ഡിങ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഷെയ്ഡിങ് എടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ആർട്ടിക്കിളിന് ചെയ്തത്. അപ്പം നമ്മൾ അടുത്ത ആർട്ടിക്കിളിനും എനിക്ക് ഇതുപോലെ തന്നെ ചെയ്യണം. ഇതേ കാര്യം തന്നെ നമുക്ക് ഈ ആർട്ടിക്കിളിന് ചെയ്യണം. പിന്നെ താഴെ എല്ലാ 85 ഇത്രയും ആർട്ടിക്കിളിനും നമുക്കിങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എല്ലാം ഒരുപോലെ ആക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെയും ചെയ്തിട്ട് ഓരോന്നും നമ്മളിങ്ങനെ എടുക്കുന്നതിന് പകരം നമുക്കൊരു കമാൻഡുണ്ട്, നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്ത് ഇത് കണ്ടേ, ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് കണ്ടില്ലേ, ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക 2 times. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ അത് കണ്ട ഒരു പെയിൻറ്റർ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഇതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, അതിന് എന്തെല്ലാം ഫോർമാറ്റ് നമ്മളിവിടെ ഉപയോഗിച്ചോ അതെല്ലാം ഇവിടെ വരും എല്ലാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് വന്നു, അടുത്ത ചെയ്തു, അടുത്തത് ചെയ്തു. വേണമെങ്കിൽ ഇവിടെ അപ്പർ കേസ് വന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അപ്പർ കേസ് ആക്കുക. ചിലപ്പം ചിലതിൽ ഫോർമാറ്റ് പെയിൻറ്ററിൽ അപ്പർ കേസ് ഉണ്ടോ,
അത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് കണ്ടോ, അതിനെല്ലാത്തിനും നമ്മൾ ആ ഫോർമാറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈന്, ഫോണ്ട് സൈസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പർ കേസ് അതിനകത്ത് വിടുന്നതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തെല്ലാം നമ്മളിങ്ങനെ ചെയ്തു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഞാൻ നമ്മുടെ ബോസ് പറയുന്നത് ഇത് കണ്ടില്ലേ, ഇത് ലെഫ്റ്റ് അലൈൻമെൻറ്റാണ്. ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇത് ലെഫ്റ്റ് അലൈൻമെൻറ്റാണ്. പക്ഷേ ഇതെന്തോ ഒരുപോലാണോ നിൽക്കുന്നത്? അല്ല. അപ്പോൾ അവർക്ക് രണ്ട് സൈഡും ഒരുപോലാക്കി കൊടുക്കണം. ഇതിനാണ് ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, അതുകൊണ്ട് ലെഫ്റ്റിൽ നിൽക്കുന്ന കണ്ടില്ലേ, ഇത് ലെഫ്റ്റ് അലൈൻമെൻറ്റാണ്. സെൻറ്റർ ആക്കി കഴിഞ്ഞാലോ ഇത് സെൻറ്റർ അലൈൻമെൻറ്റാണ്. റൈറ്റ് ആക്കി കഴിഞ്ഞാലോ ഇത് റൈറ്റ് അലൈൻമെൻറ്റാണ്. ഇത് റൈറ്റ് അലൈൻമെൻറ്റാണ്. കണ്ടോ, സെൻറ്റർ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്. അതേസമയം ഇതെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റിഫൈ എന്നാണ്. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഒരുപോലെ ആക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ജസ്റ്റിഫൈ. അങ്ങനെ നമുക്ക് ഓരോ പാരഗ്രാഫിനും നമുക്കിങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം. കണ്ടോ, ഇവിടെയും വന്ന് ജസ്റ്റിഫൈ ചെയ്തു, ഇവിടെയും ജസ്റ്റിഫൈ ചെയ്തു. കണ്ടോ, പാരഗ്രാഫിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റിഫൈ ചെയ്തു. അങ്ങനെ നമ്മൾ പാരഗ്രാഫിനെയൊക്കെ നമ്മൾ ജസ്റ്റിഫൈ ആക്കി. ഇവിടെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം പാരഗ്രാഫിനെയൊക്കെ പക്ഷേ നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് ബാക്കിയുണ്ട് അല്ലേ? ഒരുപാട് സ്ഥലം നമുക്ക് ബാക്കിയുള്ള പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ലൈന് സ്പേസ് കൊടുക്കാം. ഇവ തമ്മിലുള്ള ലൈന് കുറച്ചുകൂടെ സ്പേസ് കൊടുക്കാം. സ്പേസ് കൊടുക്കണമെങ്കിൽ ഇവിടെ ലൈൻ സ്പേസ് കണ്ടില്ലേ? ഇവിടെ ലൈൻ സ്പേസ് എന്നൊരു സാധനം ഇവിടെ കാണാൻ പറ്റും. ലൈൻ സ്പേസ് ഇവിടെ എടുക്കുക. നമുക്കൊരു 1.5 കൊടുത്ത് നോക്കാം. കണ്ടോ, 1.5. താഴെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1.5. അപ്പോൾ എല്ലാത്തിനും കുറച്ചുകൂടെ സ്പേസ് കൊടുക്കുമ്പോൾ ലെറ്റർ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരും. ഹൈലൈറ്റ് ചെയ്തു, നമുക്കൊരു ലൈൻ സ്പേസ് കൊടുത്തു. പിന്നെ നമ്മൾ താഴോട്ട് വന്നു, ഇവിടെ നമുക്ക് ലൈൻ സ്പേസ് ലൈന് നമ്മൾ സ്പേസ് കൊടുത്തു. കണ്ടോ, നമുക്കിവിടെ വന്നിട്ട് ഇതിപ്പോൾ ഒരു പേജായിട്ട് നിൽക്കുന്നുണ്ട്. ലൈൻ സ്പേസ് നമ്മളിവിടെ വന്നിട്ട് കണ്ടോ. അപ്പം ഇത് നമ്മൾ ആർട്ടിക്കിൾ ചെയ്തു. ഇതെന്തൊക്കെ ചെയ്തു? ഇതിനെ ജസ്റ്റിഫൈ ചെയ്തു. പിന്നെ നമ്മൾ ലൈൻ സ്പേസ് 1.5 കൊടുത്തു. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒരു ബോർഡർ കൊടുക്കണം. ഫുൾ ബോർഡർ നമുക്കൊന്ന് കൊടുക്കണം. എങ്കിൽ എൻ്റെ ഇവിടെ ബോർഡർ എടുക്കുക. ബോർഡർ എടുത്തിട്ട് ബോർഡർ ആൻഡ് ഷെയ്ഡിങ് കണ്ടില്ലേ? നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പേജ് ബോർഡർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇവിടെ പേജ് ബോർഡർ എടുക്കുക. എന്നിട്ട് ഇവിടെ ആർട്ട് എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്കിവിടെ വന്നിട്ട് നല്ല എന്തെങ്കിലും ഒരു നല്ലൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. നോക്കണം ഏതാണ് നല്ലതെന്ന്. എടുത്തു. പിന്നെ അതിൻ്റെ സൈസ് ഇച്ചിരി കുറയ്ക്കണമെങ്കിൽ ചെറുതായിട്ട് ഇവിടെ ഒന്ന് കുറയ്ക്കാം നമുക്ക് കേട്ടോ. ആ ബോർഡർ എടുത്തിട്ട് ഓക്കെ പറയാം. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് കണ്ടില്ലേ, നമുക്ക് നല്ലൊരു ബോർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ലെറ്റർ എടുത്ത് നമ്മളിതുപോലെ ഫോർമാറ്റ് ചെയ്ത് ബോർഡർ ആൻഡ് ഷെയ്ഡിങ് എങ്ങനെ എടുത്തറിയാമല്ലോ. ഇവിടെ വരിക, ബോർഡർ ആൻഡ് ഷെയ്ഡിങ് എടുക്കുക, പേജ് ബോർഡർ എടുക്കുക, ആർട്ട് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. അങ്ങോട്ട് കുറേ ബോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് ബോർഡറാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതെടുക്കുക, ഓക്കെ പറയാം. അപ്പോൾ നമ്മൾ ഫയൽ എടുത്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. പ്രിവ്യൂവിൻ്റെ മാർജിൻ ഒരു ചെറുതായിട്ട് മാർജിൻ കുറച്ച് താഴോട്ടാക്കാം. നമുക്ക് ടോപ്പ് മാർജിൻ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഉണ്ടോ? അപ്പോൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് മാർജിൻ ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ കുറച്ച് താഴോട്ട് വന്നു. അപ്പോൾ നമ്മൾ ഈസിയായിട്ട് നമുക്കിങ്ങനെ ഒരു നല്ലൊരു ഫോർമാറ്റ് ചെയ്ത് നമ്മൾ ലെറ്റർ ടൈപ്പ് അടിക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മളിവിടെ പ്രിൻ്റെന്ന് കണ്ടില്ലേ, നമ്മൾ പ്രിൻ്റെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിൻ്റ് പറഞ്ഞ് എത്ര കോപ്പി വേണമെന്ന് പറയുക.
എന്നിട്ട് ഇവിടെ ഒന്ന് ഓക്കെ എന്ന് പറയാം, പ്രിൻ്റ് എന്ന് പറയാം കേട്ടോ. ഇവിടെ പ്രിൻ്റ് എടുക്കുക, കോപ്പി പറയാം, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, പേജിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ അടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്, പേജിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ, മാർജിന്, പേപ്പർ സൈസ് അങ്ങനെയൊക്കെയുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.